സാംസ്കാരിക വകുപ്പിന്റെ സഹായത്തോടുകൂടി ചെറുകുത്തി പ്രവർത്തിക്കുന്ന കഥകളി സ്കൂളിന്റെ ദേശീയ കഥകളി മഹോത്സവവും ഇന്ന് സമാപനവും കഥകളി സ്കൂളിന്റെ 18ാം വാർഷികവും 2026 മെയ് 3-ാം തീയതി ചെറുകുത്തിൽ വെച്ച് ആഘോഷിക്കുകയാണ്. എല്ലാ വർഷവും നടത്തിവരാറുള്ള മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ പേരിലുള്ള കളിയച്ചൻ പുരസ്കാരം ഈ വർഷം പ്രശസ്ത കഥകളി സംഗീതജ്ഞൻ കലാമണ്ഡലം മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും, അതുപോലെ തന്നെ സാംസ്കാരിക മാധ്യമ പുരസ്കാരം മാതൃഭൂമി ന്യൂസ് എഡിറ്റർ കെ കൃഷ്ണകുമാറിന് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാനായി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ വി മുരളീധരനെ ക്ഷണിക്കുന്നു. ദേശീയ കഥകളി ഉത്സവത്തിന്റെ ഭാഗമായിട്ട് കഥകളി സ്കൂള് 2 പ്രധാനപ്പെട്ട അവാർഡുകളാണ് നൽകുന്നത്. അതിലൊന്ന് കളിയച്ചൻ പുരസ്കാരമാണ്. കലാമണ്ഡലം ഗോപിയേശൻ അധ്യക്ഷനായിട്ടുള്ള പുരസ്കാര നിർണയ സമിതിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത്. ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരമായിട്ട് കളിയച്ചൻ പുരസ്കാരം 6 പതിറ്റാണ്ട് കാലം കഥകളി സംഗീത ലോകത്ത് നിറഞ്ഞു നിന്ന ഒട്ടേറെ ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ച മാടമ്പി സുബ്രഹ്മണ്യ നമ്പൂതിരിയാശാനാണ് ഈ വർഷം കളിയച്ചൻ പുരസ്കാരം കൊടുക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ കലാമണ്ഡലം ഹരിയാനയുടെ സമകാലികൻ ഇന്ന് കഥകളി സംഗീതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായ വ്യക്തിത്വമാണ് മാടമ്പി ആശാൻ. അദ്ദേഹത്തിനാണ് 17 രൂപയും ഫലവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം നൽകുന്നത്. മറ്റൊന്ന് നവജീവൻ പുരസ്കാരമാണ്. മഹാകവി പി കുഞ്ഞിരാമൻ നായർ നടത്തിയിരുന്ന പത്രത്തിന്റെ പേരാണ് നവജീവൻ. ആ നവജീവൻ എന്നുള്ള നിലനിർത്തുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള നവജീവൻ പുരസ്കാരം ഓരോ വർഷവും വ്യത്യസ്തമായ തലത്തിൽ പ്രവർത്തിക്കുന്നവർക്കാണ് നൽകുന്നത്. ഒന്ന്, ഒരു വർഷം കലാനിരൂപകന് ആ പുരസ്കാരം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം പത്ര മാധ്യമ രംഗത്ത് സാംസ്കാരിക കോളം മാതൃകാപരമായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് ആണ് പുരസ്കാരം നൽകുന്നത്. കഴിഞ്ഞ വർഷം കലാനിരൂപകനാണ് കൊടുത്തത്. ഈ വർഷം ആ പുരസ്കാരം കൊടുക്കുന്നത് മാതൃഭൂമിയുടെ തൃശ്ശൂർ സീനിയർ ന്യൂസ് എഡിറ്റർ ശ്രീ കൃഷ്ണകുമാറിനാണ്. ശ്രീ കൃഷ്ണകുമാറിന് ആ പുരസ്കാരം കൊടുക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് ആ പുരസ്കാരം സാംസ്കാരിക വാർത്തകൾക്ക് മാധ്യമങ്ങളിൽ ഇടം നൽകുന്ന ഒരു സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ വർഷം മാതൃഭൂമി, നേരത്തെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇപ്പോഴും ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ കൾച്ചറൽ പേജ് ഉണ്ടെങ്കിലും നേരത്തെ മലയാള പത്രങ്ങളുണ്ടായിരുന്ന സാംസ്കാരിക വാർത്തകളിൽ നിന്ന് സാംസ്കാരിക പേജ് കുറേ വർഷമായിട്ട് അപ്രത്യക്ഷമായിരുന്നു. വീണ്ടും സാംസ്കാരിക വാർത്തകൾക്ക് കൂടി ഇടം കൊടുക്കാവുന്ന ഒരു പരിശ്രമം ഊരും പേരും എന്നൊരു പങ്ക്തിയിലൂടെ മാതൃഭൂമി കഴിഞ്ഞ വർഷം നടത്തുകയുണ്ടായി. ഉഷാനങ്ങിയാരെ പോലുള്ള ആളുകളെ, ആനന്ദിനെ പോലുള്ള ആളുകളെ, ഗോപിയാശനെ പോലുള്ള ആളുകളെ, ടി ജി രവിയെ പോലെ, റഫീഖ് അഹമ്മദിനെ പോലെ, അങ്ങനെ വ്യത്യസ്തമായിട്ട് സാഹിത്യത്തിലും കലയിലുമുള്ള ആളുകളെ ഊരും പേരും ആ പങ്ക്തിയിലൂടെ പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ വർത്തമാന ആളുകൾക്ക് സമൂഹത്തിന് പോലും അറിവ് എന്ന രീതിയിൽ ഒരു പങ്ക്തി ആരംഭിച്ചിരുന്നു. ആ പങ്ക്തി അംഗീകരിക്കുകയും ആ പങ്ക്തി സാംസ്കാരിക വാർത്തകൾക്ക് നൽകേണ്ട പ്രാധാന്യത്തെ പറ്റിയുള്ള ഒരു തിരിച്ചറിവ് പകർന്നതാണ് എന്നതുകൊണ്ടാണ് ഈ വർഷത്തെ പുരസ്കാരം ആ പങ്ക്തി കൈകാര്യം ചെയ്ത ശ്രീ എം കെ കൃഷ്ണകുമാറിന് നൽകുന്നത്. അതും 17 രൂപയും പ്രശസ്തി ഫലവും ശില്പവുമാണ് അവാർഡ്. ഈ 2 അവാർഡുകളും മെയ് 3-ാം തീയതി ദേശീയ കഥകളി ഉത്സവത്തിന്റെ സമാപനത്തിൽ സമ്മാനിക്കും. ദേശീയ കഥകളി ഉത്സവം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് കഥകളി സ്കൂളിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ, കേന്ദ്ര മന്ത്രാലയത്തിന്റെ ഒക്കെ സഹായത്തിൽ കൂടിയിട്ട് കൃത്യമായി അത് നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് കഥകളി സ്കൂളിന്റെ പ്രസക്തി. തീർച്ചയായും കലാമണ്ഡലത്തിലൊക്കെ പ്രവേശനം കിട്ടാതെ
കല പഠിക്കാൻ കഴിയാത്ത ഒരുപാട് പേർക്ക് ഇത്തരം സൗകര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പഠിക്കാൻ സൗകര്യം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് കഥകളി സ്കൂൾ എന്നാണ് ഇക്കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്. ഇതോടൊപ്പം തന്നെ കഥകളി സ്കൂളിൽ പഠനം നടത്തിയിരുന്ന നൃത്ത വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം 50ഓളം കുട്ടികളുടെ അരങ്ങേറ്റം ഈ ചടങ്ങിൽ വെച്ച് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കലാരംഗത്തെ കഥകളി മറ്റ് ക്ലാസിക്കൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരുടെ സാന്നിധ്യവും ഈ ചടങ്ങുകളനുബന്ധിച്ച് നടക്കുന്നുണ്ട്. ചെറുകുറ്റി നെടുമ്പുഴ റോഡിലുള്ള ചീരൻസ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് മെയ് 3-ാം തീയതി ഈ പരിപാടി നടക്കുന്നത്. സമയം മറ്റുള്ള വിശദ വിവരങ്ങളൊക്കെ നോട്ടീസിലുണ്ട് എന്നുള്ളതുകൊണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല. എല്ലാ മാധ്യമപ്രവർത്തകരെയും സവിനയം ഈ വേദിയിൽ ഈ പരിപാടികളിലേക്ക് പിറ്റേ ദിവസം തെരഞ്ഞെടുപ്പിന്റെ ഫലമാണെന്നുള്ളതുകൊണ്ട് തിരക്കാകും. അപ്പൊ ആ തിരക്കിന്റെ ഇടയിൽ അതിന് മുമ്പ് ഒരു ചെറിയ എന്റർടൈൻമെന്റും കഥകളി നല്ല നൃത്തങ്ങളൊക്കെ കാണാം. അപ്പൊ എല്ലാവരെയും വളരെ ഹാർദവമായി ക്ഷണിക്കുകയാണ്. വിശദാംശങ്ങളും മറ്റുള്ള വിവരങ്ങളും നോട്ടീസും അതിന്റെ വിശദ വിവരങ്ങളും അതിന് അടക്കം ചെയ്ത് തന്നിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഫോട്ടോ ഉണ്ട്, അത് വാട്സപ്പ് ചെയ്താൽ മതി. നോട്ടീസിലുണ്ട്. പിന്നെ അല്ലെങ്കിൽ വാട്സപ്പ് ക്ലബിന്റെ ഇതിലിട്ടിട്ടുണ്ട്.